പ്രൈസ് എല്ലാം നെഗോഷ്യബിൾ ആയിരിക്കും കേട്ടോ. അവിടെ നിന്ന് പോകാം കേട്ടോ. എല്ലാ കാറ്റഗറിയിലുള്ള വണ്ടികളുണ്ട് ഇവിടെ. ചെറിയ വണ്ടികളും അതുപോലെ കൊമേഴ്ഷ്യൽ പർപ്പസ് വണ്ടികൾ, വലിയ SUV വണ്ടികളെല്ലാം ഉണ്ട്. ഉള്ളിൽ അപ്പോഴ്സിയൊക്കെ മാറ്റി നല്ല സെറ്റാക്കി മറ്റേ ടച്ച് സ്ക്രീൻ സിസ്റ്റം ഒക്കെ ചെയ്തിട്ടുണ്ട്. പുതിയ ടയർ ഉണ്ട്. അടുത്ത വീണ്ടും ഒരു 7 സീറ്റർ എർട്ടിക. അടുത്തത് ഒരു 800 ഒരുപാട് പേര് അന്വേഷിക്കുന്നുണ്ട്. 2010 മോഡൽ AC വണ്ടിയാണ്. 10 മോഡൽ AC വണ്ടിയാണ്. ആണെങ്കിലും ജനുവൻ കിലോമീറ്റർ ആണ്. ഹിസ്റ്ററി ഉണ്ട് അല്ലേ? റീപ്ലേസ്മെന്റ് പ്രശ്നങ്ങളൊന്നുമില്ല. വണ്ടിയിലെ ഉള്ളിൽ അപ്പോഴ്സി മാറ്റിയിട്ടുണ്ട്. വേറെ എക്സ്ട്രാ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? വെൽക്കം ബാക്ക് ടു ചാനൽ. ഇസ്മി അരുൺ. കോഴിക്കോട് ജില്ലയിലാണുള്ളത്. എസ്റ്റേറ്റ് മുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. എസ്റ്റേറ്റ് മുക്കിൽ എവിടെയാണ്? തവക്കൽ അല്ലേ? തവക്കൽ എന്ന് പറയുന്ന യൂസ്ഡ് കാർ ഷോറൂമിലാണ്. തവക്കലിലെ വിഷ്ണു ചേട്ടൻ നമ്മുടെ ഉണ്ട്. ചേട്ടാ വെൽക്കം ബാക്ക് ടു ചാനൽ. വെൽക്കം ബാക്ക് ടു അല്ല, വെൽക്കം ടു ചാനൽ. ആദ്യമായിട്ടല്ലേ? ആദ്യമായിട്ട് ഒരു വീഡിയോ നിൽക്കണല്ലേ? അപ്പോൾ നമുക്ക് ഉഷാറാക്കാം. ഇന്ന് ഉഷാറാക്കാം. അപ്പോൾ ഇന്ന് എന്താണ് നമ്മൾ ഇവിടെ വണ്ടി എടുക്കാൻ വരുന്നവർക്ക് കൊടുക്കുന്ന ഒരു ഉറപ്പെന്തായിരിക്കും? ഉറപ്പെന്ന് വെച്ചാൽ നമ്മൾ എല്ലാം ഗ്യാരണ്ടിയാണ്. നമ്മൾ ചെക്ക് ചെയ്ത വണ്ടിയാണ്. പാർട്ടിക്ക് വന്ന് ചെക്ക് ചെയ്യാം. ആരാണ് കൂട്ടിക്കൊണ്ടുവരാം, മെറ്റായി കൂട്ടിക്കൊണ്ടുവരാം, ചെക്ക് ചെയ്യാം. 100% നോക്കിയതിന് ശേഷം മാത്രം വണ്ടി എടുത്താൽ മതി. ടോട്ടൽ ലോസ്, ഫ്ലഡ് അങ്ങനത്തെ വണ്ടികളൊന്നും ഉണ്ടാവില്ല. ഒന്നും കൊടുക്കാറില്ല. ചെറിയ റീപ്ലേസ്മെന്റ് അതൊക്കെ ഉണ്ടാവില്ല. യൂസ് കാറാകുമ്പോൾ. അപ്പോൾ അത് നമ്മൾ പറഞ്ഞിട്ടാണ് കൊടുക്കുള്ളൂ. അതിനനുസരിച്ചുള്ള റേറ്റ് ഒക്കെ താഴ്ത്തി പിന്നെ ടയർ കണ്ടീഷനൊക്കെ നോക്കി എല്ലാം സെറ്റ് ആക്കിയിട്ടാണ് വണ്ടികൾ കൊടുക്കുള്ളൂ അല്ലേ? അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് വണ്ടികളുണ്ട്. ആദ്യം നമുക്ക് ഈ സൈഡിൽ നിന്ന് തുടങ്ങിയാലോ? അപ്പോൾ ഇവിടെ കിടക്കുന്ന വണ്ടി എന്ന് പറയുന്നത് നമ്മുടെ ലോങ് ട്രിപ്പൊക്കെ പോകാൻ പറ്റിയ വണ്ടികളാണ്. അത് മൈലേജ് കൂടും. ഇതൊക്കെ ഒരു കാലത്ത് പുലിക്കുട്ടിയായിരുന്നു. ഇപ്പോഴും ആണ്. ഇപ്പൊ പല വണ്ടികളും വലിയ വണ്ടികളൊക്കെ ഇറങ്ങിയപ്പോഴാണ് ഒന്ന് ബാക്കിലേക്ക് പോയത് അല്ലേ? ഇപ്പൊ കമ്പനി നിർത്തിപ്പോയി. പിന്നെ വണ്ടിക്ക് ഇപ്പോഴും ഡിമാൻഡ് ഉണ്ടല്ലേ? ഡിമാൻഡ് ഉണ്ടല്ലേ? അപ്പൊ ഇത് ഏതായിരുന്നു ഇയർ? ഇത് 2012 മോഡൽ 13 രജിസ്റ്റർ വണ്ടി. 12 മോഡൽ 13 രജിസ്ട്രേഷൻ ടവേറ. അതെ, യെസ്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഫീച്ചേഴ്സ് ആയിട്ട് എന്തൊക്കെ വരുന്നുണ്ട്? പവർ വിൻഡോ ഇതിന്റെ കൂടെ എല്ലാം പവർ വിൻഡോ, പവർ ഷെയറിംഗ് എല്ലാം വരുന്നുണ്ട് അല്ലേ? എല്ലാം വരുന്നുണ്ട്. പുതിയ ടയറൊക്കെ ഇട്ടുണ്ട്. എക്സ്ട്രാ അതിന്റെ മുകളിൽ നമ്മൾ സെൻട്രലൈസ്ഡ് AC വെച്ചിട്ടുണ്ട്. സെൻട്രലൈസ്ഡ് AC ആക്കിയിട്ടുണ്ട്. യെസ്. അപ്പോൾ തണുത്ത് കുറച്ചൊക്കെ പോവാം. അതെ. മുകളിൽ കാരിയർ വെച്ചിട്ടുണ്ട്. പിന്നെ മെക്കാനിക്കൽ സൈഡെല്ലാം ഓക്കെയാണ്. സ്റ്റിക്കർ വർക്കുകളൊക്കെ ചെയ്ത് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ടാക്സി വണ്ടിയാണല്ലേ? ടാക്സി വണ്ടിയാണ് കേട്ടോ. അപ്പോൾ ടാക്സിക്ക് ഓടാനുള്ള എല്ലാ സംഭവങ്ങളും ഉള്ളത്. GPS അങ്ങനെയുള്ള സാധനങ്ങൾ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ കിലോമീറ്റർ എത്ര ഓടിയുണ്ട്? കിലോമീറ്റർ 1,81,000. 1,81,000. ഇതിന് ഫിനാൻസ് കിട്ടാൻ സാധ്യത ഉണ്ടാവില്ലല്ലോ? ഫിനാൻസ് നമ്മുടെ ഈ ഒരു കോഴിക്കോട് ജില്ലയിലെ ആൾക്കാർക്കാണെങ്കിൽ 2.5 വരെ നമുക്ക് മേടിച്ചു കൊടുക്കാം. ഓക്കെ ആണെങ്കിൽ പാർട്ടിയും ട്രാക്കെല്ലാം ആണെങ്കിൽ നമുക്ക് 2 വരെ വാങ്ങിക്കൊടുക്കാം അല്ലേ? അപ്പോൾ എത്ര ചോദിക്കണ വില? ഇത് നമ്മൾ 4.4. 4,25,000. 4,25,000 ചോദിക്കുന്നത്. ഫിനാൻസ് ഒക്കെ ചെയ്യാൻ പറ്റും. ഷെവർലെ ആയതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ചെയ്യാൻ പറ്റും അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്തിട്ട് വേറെ ഇതേതായിരുന്നു മോഡൽ? ഇത് 2011 മോഡൽ 12 രജിസ്റ്റർ പ്രൈവറ്റ് വണ്ടി. ഓക്കെ, പ്രൈവറ്റ് വണ്ടിയാണ്. കിലോമീറ്റർ എത്ര ഓടി ഉണ്ടാവും? കിലോമീറ്റർ 160 സംതിങ് ഓടിയിട്ടുള്ള നൈസ് വണ്ടിയാണ്. മെക്കാനിക്കൽ സൈഡ് എല്ലാം ക്ലിയർ അല്ല? എല്ലാം ഓക്കെയാണ്. അത്യാവശ്യം ടയർ കണ്ടീഷൻ കിടപ്പുണ്ട്. ഇതിനകത്ത് ഇപ്പം എക്സ്ട്രാ മുകളിലൊരു കാരിയർ ചെയ്തിട്ടുണ്ട്. വേറെ ഒന്നും എക്സ്ട്രാ ചെയ്തിട്ടില്ല. അത്യാവശ്യം സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്തുകൊണ്ട് പോകാം. ഇത് ടയർക്കൊക്കെ എന്ത് മൈലേജ് ഉണ്ട് ചേട്ടാ? മൈലേജ് ഒരു 17-18 കിട്ടും അല്ലേ? കറക്റ്റ് തന്നെ പറയുകയാണെങ്കിൽ ഇപ്പോൾ അങ്ങനത്തെ വണ്ടി ആളാണ് പറയാൻ പറ്റുള്ളൂ. എന്നാലും വലിയ വണ്ടികളാണെങ്കിൽ നമുക്ക് എന്തായാലും ഒരു 18-19 കിട്ടും. ഡീസൽ വണ്ടികളാണ്. പെട്രോൾ പെട്രോൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്രയും മൈലേജ് വലിയ വണ്ടിയിൽ 18 കിലോമീറ്റർ മൈൽ എന്നൊക്കെ പറഞ്ഞാൽ വലിയ മൈലേജ് തന്നെയാണ്. അപ്പോൾ ഇതിന് എത്ര ചോദിക്കണമല്ല? ഇതിന് നമ്മൾ ലാസ്റ്റ് ഒരു 3.25 ചോദിക്കുന്നുണ്ട്. വണ്ടി പാർട്ടി വന്നിട്ട് ഒക്കെ ഓക്കെ ആണെങ്കിൽ ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാ വണ്ടികൾക്കും ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും. ഇതൊക്കെ ചോദിക്കണ വിലയാണ്. വന്ന് കണ്ട് കൈ കൊടുത്തു കഴിഞ്ഞാൽ തീരാത്ത പ്രശ്നങ്ങളേ ഉള്ളൂ. അടുത്ത വീണ്ടും ഒരു ടവേര. ഇത് 2013 മോഡൽ. 13 മോഡലാണ്. 13 മോഡൽ വണ്ടിയാണ്. ടാക്സി വണ്ടി. എല്ലാ കാര്യങ്ങളും ക്ലിയർ ആണ്. കിലോമീറ്റർ 147 ഓടിയുണ്ട്. ഓക്കെ, 47 ഓടിയ വണ്ടിയാണ്. മെക്കാനിക്കൽ സൈഡ് എല്ലാം ക്ലിയർ ആണ്. പുതിയ പേപ്പർ എടുത്ത് കൊടുക്കും. ഓക്കെ. അപ്പോൾ എത്ര ചോദിക്കണ വില? ഇത് 4.4. 4.4 ഇതിന് ചോദിക്കുന്ന വില. പ്രൈസ് എല്ലാം നെഗോഷ്യബിൾ ആയിരിക്കും കേട്ടോ. ഇതിന്റെ ഓണർഷിപ്പുകളൊക്കെ? ഇത് രണ്ടാമത്താണ്. ഇത് മൂന്നാമത്താണ്. 2, 3, 3 ഓണർഷിപ്പ് അങ്ങനെയാണ് കിടക്കുന്നത്. ഇല്ല. പഴയ വണ്ടി ആവുമ്പോൾ ഓണർഷിപ്പ് എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അത് ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. പക്ഷെ വണ്ടി മെക്കാനിക്കൽ സൈഡ് എല്ലാം ക്ലിയർ തന്നെയാണ്. പ്രശ്നങ്ങളൊന്നും. ഗ്ലാസ് പൊട്ടുണ്ട്. ഇതിപ്പോ റീപ്ലേസ് ആവണ്ടെന്ന് വെച്ചിട്ട് നമ്മളത് മാറ്റാൻ വെച്ചതാ. ഗ്ലാസ് ഒരു ചെറിയ ക്രാക്ക്. അത് വേണമെങ്കിൽ മാറ്റി കൊടുക്കും. റീപ്ലേസ് ആവണ്ടെന്ന് വെച്ചുകൊണ്ട് നമ്മൾ അങ്ങനെ വെച്ചാണ്. അപ്പോൾ കസ്റ്റമർ ഒന്ന് കണ്ട് നിങ്ങളുടെ ആവശ്യപ്രകാരമാണെങ്കിൽ അത് ചെയ്തും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇനി നമുക്ക് അവിടെ നിന്ന് പോകാം കേട്ടോ. എല്ലാ കാറ്റഗറിയിലുള്ള വണ്ടികളുണ്ട് ഇവിടെ. ചെറിയ വണ്ടികളും അതുപോലെ കൊമേഴ്ഷ്യൽ പർപ്പസ് വണ്ടികൾ, വലിയ SUV വണ്ടികളെല്ലാം ഉണ്ട്. വാഗണാർ. ഇത് 2015 മോഡൽ. വേരിയന്റ് ഏതായിരുന്നു? VXi ആണ്. VXi പെട്രോൾ വണ്ടിയാണ്.
എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? കിലോമീറ്റർ 78 സംതിങ്. 78,000 കിലോമീറ്റർ ഓടിയുണ്ട്. ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണർഷിപ്പാണ്. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇല്ല. നീറ്റ് വണ്ടി. അത്യാവശ്യം ടയർ കണ്ടീഷൻ കിടപ്പുണ്ട്. ഒരു 80% ടയർ കണ്ടീഷൻ കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ എത്ര ചോദിക്കണ വില? അത് നമ്മൾ 340 ചോദിക്കുന്നത്. ഇതിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും. അത് നെഗോഷ്യബിൾ ആയിരിക്കും. ഫിനാൻസ് കിട്ടുമല്ലോ വണ്ടിക്ക്? കിട്ടും. എത്ര വരെ കയറും? ഡൗൺ പേയ്മെന്റ് നമ്മൾ 1 ലക്ഷം രൂപ അടച്ചു 1 ലക്ഷം രൂപ അടച്ചു കഴിഞ്ഞാൽ ഈ വണ്ടി കൊണ്ടുപോകാം കേട്ടോ. നമുക്ക് 2012 മുകളിലോട്ടാണോ ഫിനാൻസ്? അത് കിട്ടുന്നതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട് അതിന് താഴത്തേക്ക് കിട്ടും. ഇൻട്രസ്റ്റ് കൂടും. ഇൻട്രസ്റ്റ് ഉണ്ടാവും. അതെ, 12 താഴത്തേക്ക് ആകുമ്പോൾ കുറച്ച് ഇൻട്രസ്റ്റ് കൂടും. ഡൗൺ പേയ്മെന്റ് കൂടുതൽ അടയ്ക്കേണ്ടി വരും. പിന്നെ ഇയറും കുറച്ച് കിട്ടും. 2 വർഷത്തേക്കൊക്കെ കിട്ടും. 3 കൊല്ലം വാങ്ങിച്ചു കൊടുക്കാം. ഇതിലും മോഡൽ കൂടിയ വണ്ടികളൊക്കെ ആണെങ്കിൽ 5 വർഷം 4 കൊല്ലം വരെ കിട്ടും കേട്ടോ. അടുത്ത ടിയാഗോ ഇത് കൊടുത്ത വണ്ടിയാണ്, അതുകൊണ്ട് കാണിക്കുന്നില്ല. വേറെ ടിയാഗോ നമുക്ക് വരാനുണ്ടോ? ടിയാഗോ നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും വണ്ടി വേണമെന്നുണ്ടെങ്കിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കുമല്ലോ. അടുത്ത സെലേറിയോ അല്ലേ? 2015 മോഡലാണ്. 15 മോഡൽ. വേരിയന്റ് ഏതായിരുന്നു? വണ്ടി BXI പെട്രോൾ വണ്ടി. നീറ്റ് വണ്ടിയാണ്. കിലോമീറ്റർ എത്ര ഓടിയുണ്ട്? കിലോമീറ്റർ 98,000 ഓടിയുണ്ട്. ഉള്ളിൽ അപ്പോഴ്സിയൊക്കെ മാറ്റി നല്ല സെറ്റാക്കി മറ്റേ ടച്ച് സ്ക്രീൻ സിസ്റ്റം ഒക്കെ ചെയ്തിട്ടുണ്ട്. പുതിയ ടയർ ഉണ്ട്. എല്ലാം നീറ്റായിട്ട് കിടക്കുന്നു. അപ്പോൾ ഇതിന് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പിലാണ് വരുന്നത്. ഓക്കെ, നല്ല മൈലേജുള്ള ഫാമിലി പർപ്പസിന് പറ്റി. ആ ഒരു മൈലേജൊക്കെ കിട്ടും. അപ്പോൾ എത്ര ചോദിക്കണ വില? ഇതിന്റെ വില 3,400 ചോദിക്കുന്നത്. ഫിനാൻസ് അവൈലബിൾ ആണ്. എത്ര വരെ കയറും? 1 ലക്ഷം രൂപ. ഈ ഒരു കാറ്റഗറി വണ്ടികളൊക്കെ 1 ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ കസ്റ്റമർ പ്രൊഫൈൽ അനുസരിച്ചായിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് 90% ഫിനാൻസ് കയറാനും സാധ്യതയുണ്ട്. അടുത്തൊരു സ്വിഫ്റ്റ്. ഇത് 2017 മോഡൽ ZDI ഡീസൽ വണ്ടിയാണ്. കിലോമീറ്റർ ഓടിയുണ്ട്? കിലോമീറ്റർ 1,600. 1,06,000 കിലോമീറ്റർ ഓടിയുണ്ട്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പിലാണ് കിടക്കുന്നത്. ഇത് കമ്പനി അലോയാണോ? കമ്പനി അലോയാണ് കിടക്കുന്നത്. അടിപൊളിയായിട്ട് തന്നെ കിടക്കുന്നുണ്ട്. ടയറും ഉണ്ട് അത്യാവശ്യം. അപ്പോൾ ഇതിന് ചോദിക്കണ വില? ഇതിന് 5 രൂപ. 5 രൂപയാണ് ചോദിക്കുന്നത്. ഇതിന് ഏകദേശം ആ ഒരു രീതിയിലൊക്കെ ഫിനാൻസ് കയറുമല്ലോ അല്ലേ? കയറും. കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ ട്രാക്ക് അനുസരിച്ചിട്ടായിരിക്കും ഫിനാൻസിന്റെ കാര്യങ്ങളെല്ലാം. ഇതിനൊക്കെ നമുക്ക് 50-60 രൂപ അടിച്ച് നമുക്ക് ബാക്കി കൊടുക്കാം. അപ്പോൾ ഫിനാൻസിന് വേണ്ട ഡോക്യുമെന്റ്സ് ഉണ്ട്. ആധാർ കാർഡ്, പാൻ കാർഡ്, ബാങ്ക് സ്റ്റേറ്റ്മെന്റ്. അത് ഏത് ബാങ്കാണോ നമ്മളെല്ലാം ബാങ്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെ ബാങ്കിന് ഏതാണോ വേണ്ടത് ചെയ്ത് കൊടുക്കാൻ പറ്റും. ആധാർ കാർഡും പാൻ കാർഡും ആണ് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത്. എലിജിബിലിറ്റി സ്കോർ ചെക്ക് ചെയ്തിട്ട് സിബിൽ സ്കോർ ഒരു 600, 700 പ്ലസ് ഒക്കെയാണ് നല്ല രീതിയിൽ നമുക്ക് കുറഞ്ഞ ഡൗൺ പേയ്മെന്റ് വേണ്ടി എടുക്കാൻ പറ്റുള്ളൂ. വീണ്ടും ഒരു സ്വിഫ്റ്റ് 2014 മോഡൽ. ഏതായിരുന്നു വേരിയന്റ്? ഇത് BXI പെട്രോൾ വണ്ടിയാണ്. കിലോമീറ്റർ എത്ര ഓടിയുണ്ട്? കിലോമീറ്റർ 88,000 കിലോമീറ്റർ ഓടിയുണ്ട്. വളരെ നീറ്റായിട്ട് കിടക്കുന്ന വണ്ടി. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഓണർഷിപ്പ് 2-3 ആണ്. സെക്കൻഡോ തേർഡോ ആയിരിക്കാം അല്ലേ? ഓക്കെ, അത് നമുക്ക് നോക്കിയിട്ട് പറയാം. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ കമന്റ് ഇട്ട് ഞാൻ ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. പിന്നെ അപ്പോൾ എത്ര നമ്മൾ ചോദിക്കണ വില? ഇതിന് 4,400. 4,400 ചോദിക്കുന്നത്. ഇതിന് ഫിനാൻസ് അവൈലബിൾ ആയിരിക്കും. വണ്ടിയാൽ അടിപൊളി കണ്ടീഷൻ കിടക്കാൻ കേട്ടോ. ഉള്ളിൽ ടച്ച് സ്ക്രീനൊക്കെ ചെയ്തിട്ടുണ്ട്. നൈസായിട്ട് ലോക്കായി പോയതുകൊണ്ടാണ് കാണിക്കാതെ. അപ്പോൾ അടുത്ത വണ്ടി ഒരു ചെറിയ വണ്ടിയാണല്ലോ, ഇയോൺ. ഇത് 2013 മോഡലാണ്. 13 മോഡൽ എറാ പ്ലസ്. 13 മോഡൽ എറാ പ്ലസ് ആണ്. കിലോമീറ്റർ എത്ര ഓടിയുണ്ട്? കിലോമീറ്ററും ഈ ഒരു 65-70 റേഞ്ച്. 2013 മോഡൽ 65 ഒരു കിലോമീറ്റർ അല്ല, വലിയ കിലോമീറ്റർ അല്ല. ഓക്കെ, അപ്പോൾ ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണർഷിപ്പിലാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ എത്ര ചോദിക്കുന്ന വില? 1.5 ലക്ഷമാണ് ചോദിക്കുന്നത്. 13 മോഡൽ ഫിനാൻസ് കിട്ടും അല്ലേ? ഇതിനൊക്കെ മാക്സിമം ഫിനാൻസ് കയറാൻ സാധ്യതയുള്ള വണ്ടികളല്ലേ? ഹ്യുണ്ടായി ഒക്കെ അത്യാവശ്യം ഫിനാൻസ് കയറാൻ സാധ്യതയുള്ള വണ്ടികളാണ്. അടുത്ത വീണ്ടും ഒരു ചെറിയ കാറാണ്, ഓൾട്ടോ. അപ്പോൾ ഓൾട്ടോ ഇത് ഏതായിരുന്നു മോഡൽ? 2018 മോഡൽ. 18 മോഡൽ 19 രജിസ്ട്രേഷൻ. വേരിയന്റ് ഏതായിരുന്നു? LXI വേരിയന്റ് ആണ് വരുന്നത്. അത് 2 ഡോർ പവർ വിൻഡോ, AC, പവർ സ്റ്റിയറിംഗ് അങ്ങനെയുള്ള ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. ബേസിക് ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. ബാക്കിയെല്ലാം സ്റ്റോക്ക് കണ്ടീഷൻ ഫിറ്റ് വണ്ടിയാണ്. കിലോമീറ്റർ എത്ര ഓടിയുണ്ട്? കിലോമീറ്റർ 50 സംതിങ് ഓടിയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ എത്ര ചോദിക്കണ വില? ഇതിന് നമ്മൾ 285 ആണ് ചോദിക്കുന്ന വിലയാണ് ഇതെല്ലാം. ഇതിന് ഫിനാൻസ് കയറും. ഇതിൻ്റെ ഓൺഷിപ്പ് ഏതായിരുന്നു? ഓൺഷിപ്പ് രണ്ടാമതാണ്. സെക്കൻഡ് ഓൺഷിപ്പാണ് ഉണ്ടായിരുന്നത്. വണ്ടി ഏതായാലും നല്ല നീറ്റായിട്ട് എടുക്കുകയാണ്. മെക്കാനിക്കൽ സൈഡ് ആണെങ്കിലും എല്ലാം നീറ്റായിട്ട് എടുക്കുന്നു. ടയർ കണ്ടീഷനും ഉണ്ട്. ടയർ നമ്മൾ അങ്ങനെ എടുത്ത് പറയാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ തേഞ്ഞ ടയറൊക്കെ ആണെങ്കിൽ മാറ്റി കൊടുക്കും അല്ലേ ചേട്ടാ? അതൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കും. അതുകൊണ്ടാണ് ടയറിനെ ഒന്ന് ഫോക്കസ് ചെയ്ത് പറയാത്തത്.
പിന്നെ ഓൾമോസ്റ്റ് എല്ലാം നല്ല ടയറുള്ള കണ്ടീഷനുള്ള ടയർ തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ അടുത്തൊരു വാഗണാർ, ഇത് 2018 മോഡൽ. 18 മോഡൽ വേരിയന്റ് DXA തന്നെയാണ്. പെട്രോൾ വണ്ടിയാണ്. പെട്രോൾ വണ്ടി. ഇതിനും ഇതിന് കിലോമീറ്റർ 70 ഓടിയുണ്ട്. 70,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ആർസി വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. നീറ്റ് വണ്ടിയാണ്. നീറ്റ് വണ്ടിയാണ്. ഉള്ളിൽ അപ്പോൾസി എക്സ്ട്രാ മാറ്റിയിട്ടുണ്ടെന്നോ? എക്സ്ട്രാ ചെയ്ത് അപ്പോൾസിയാണ്. വേറെ ഒന്നുമില്ല, എല്ലാം ഷോ കണ്ടീഷൻ തന്നെ കിടക്കുകയാണ്. വീൽ കപ്പ് ഇട്ടുണ്ട് കേട്ടോ, ഒരു സ്പോർട്ടി ലുക്കുള്ള വീൽ കപ്പ് ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം ടയർ കണ്ടീഷൻ കിടപ്പുണ്ട് വണ്ടിക്ക്. അപ്പോൾ എത്ര ചോദിക്കുന്ന വില? 440. 440 ചോദിക്കുന്ന വിലയാണ് കേട്ടോ. ഇതിനും ഫിനാൻസ് കയറും. ഇതിന് എത്ര വരെ കയറും ഫിനാൻസ്? അതിന് നമുക്ക് ഒരു 50 രൂപ നമുക്ക് കൊടുക്കാം. 50 രൂപ അടച്ച് 50 രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ ഇറക്കാൻ പറ്റുന്ന വണ്ടിയാണത്. അടുത്ത ഒരു TUV കിടപ്പുണ്ടല്ലോ. TUV 2017 മോഡൽ. 17 മോഡൽ വണ്ടിയാണ്. കിലോമീറ്റർ എത്ര ഓടിയുണ്ട്? കിലോമീറ്റർ 76,000 കിലോമീറ്റർ ഓടിയുണ്ട്. വണ്ടി നീറ്റ് കണ്ടീഷൻ ആണല്ലേ? നീറ്റ് വണ്ടിയാണ്. ഗുഡ് ക്വാളിറ്റി. ഓട്ടോമാറ്റിക് വണ്ടിയാണല്ലേ? യെസ്, ഓട്ടോമാറ്റിക് വണ്ടിയാണ്. TUV 7 സീറ്റർ അല്ലേ? 7 സീറ്റർ വണ്ടിയാണ്. ബാക്കിൽ ഫേസ് ടു ഫേസ് സീറ്റ് ആണെന്നുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം ഫാമിലി പർപ്പസിനൊക്കെ പറ്റിയ ഒരു 7 സീറ്റർ വണ്ടിയാണ്. വലിയ വണ്ടി തന്നെയാണ്. ഡീസൽ വണ്ടിയാണ്. ഇതിനെന്ത് മൈലേജ് ഉണ്ടാവും? ഒരു 14-15 ഒക്കെ അല്ലേ? യെസ്. ആൻഡ്രോയിഡ് സിസ്റ്റം എക്സ്ട്രാ ചെയ്തിട്ടുണ്ടല്ലേ? സിസ്റ്റം എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ക്യാമറാമാൻ അകത്ത് പോയിട്ട് വന്നപ്പോൾ എന്നോട് പറഞ്ഞ കാര്യമാണ്. യെസ്, ആൻഡ്രോയിഡ് സിസ്റ്റം ചെയ്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഡീസൽ വണ്ടിയാണ്. അത്യാവശ്യം 15 ഒക്കെ മൈലേജ് കിട്ടും അല്ലേ? ഓക്കെ. അപ്പോൾ എത്രയാണ് ചോദിക്കുന്ന വില? അതിന് നമ്മൾ ചോദിക്കുന്നത് വില 5 രൂപ. 5 രൂപയാണ് ചോദിക്കുന്നത്. ഇതിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുമല്ലോ? നമ്മുടെ വ്യൂവേഴ്സ് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ ഉണ്ടാവുമല്ലോ? ഉറപ്പായിട്ടും ഉണ്ടാവുന്നതായിരിക്കും. 5 രൂപയാണ് ചോദിക്കുന്നത്. ഫിനാൻസ് കയറുമല്ലോ? എത്ര രൂപ? 1 രൂപ അടച്ച ചെയ്യാം. 1 രൂപ അടച്ച ചെയ്യാം കേട്ടോ. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടിയാണ്. അടുത്ത വീണ്ടും ഒരു 7 സീറ്റർ എർട്ടിക. ഏതായിരുന്നു മോഡൽ? 13 മോഡൽ. വേരിയന്റ് DXA വേരിയന്റ്. ഡീസൽ ആണല്ലേ? ഓക്കെ. ഡീസൽ വണ്ടിയാണ് കേട്ടോ. ഡീസൽ വണ്ടിയാണ്. അത്യാവശ്യം ടയർ കണ്ടീഷൻ കിടപ്പുണ്ട്. നീറ്റ് വണ്ടി. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. കിലോമീറ്റർ 70 സംതിങ് കിലോമീറ്റർ ഓടിയുണ്ട്. ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർഷിപ്പാണ് കിടക്കുന്നത്. നമ്മുടെ ഇത് എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? 76,000 പറഞ്ഞായിരുന്നല്ലേ? ഇപ്പോൾ ഇത് പറഞ്ഞില്ലാന്ന് തോന്നുന്നു. ഇതും 70 സംതിങ് ഓടിയുണ്ട്. ഇത്ര ഓടിയിട്ടുള്ളൂ. അപ്പോൾ ചോദിക്കണ വില? 4.5 ചോദിക്കുന്ന വിലയാണ്ടോ? 4.5 ചോദിക്കുന്നത്. ഇതിന് അതെ, നിങ്ങൾ വന്ന് വണ്ടി ഓടിച്ച് ചടങ്ങുകളുണ്ടല്ലോ, അതെല്ലാം കഴിയുമ്പോഴാണ് നമുക്കൊരു അഡ്ജസ്റ്റ്മെന്റ് റേറ്റിലേക്ക് പോകാൻ പറ്റുള്ളൂ. ബാക്കിയൊക്കെ ചോദിക്കുന്ന വിലയാണ്. അടുത്തൊരു ഇന്നോവ. ഇത് 2014 മോഡൽ വണ്ടിയാണ്. 14 കേരള വണ്ടിയാണ്. 14 മോഡൽ G4 റീ വണ്ടിയാണ്. കമ്പനി ഇഷ്ടമുള്ള വണ്ടിയാണ്. 76,000 കിലോമീറ്റർ വണ്ടി ആകെ ഓടിയിട്ടുള്ളൂ. ജെന്യൂൻ കിലോമീറ്റർ ആണ്. വേറെ മറിച്ചൊന്നുമല്ല. റീ വണ്ടി ആണെങ്കിലും ജെന്യൂൻ കിലോമീറ്റർ ആണ്. ഹിസ്റ്ററി ഉണ്ട് അല്ലേ? റീപ്ലേസ്മെന്റ് പ്രശ്നങ്ങളൊന്നുമില്ല. ഈ ഫ്രണ്ട് ഗ്ലാസ് മാത്രം റീപ്ലേസ്മെന്റ്, കാരണം ഇതിന്റെ മുകളിൽ വീണതാണ്. ഓക്കെ. അപ്പം വിൻഷീൽഡ് മാത്രം റീപ്ലേസ്മെന്റ്. വിൻഷീൽഡ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. വേറെ വണ്ടി ഓക്കെയാണ്. ടയർ കണ്ടീഷൻ ഉണ്ട്. സ്ക്രാച്ചും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. റീ വണ്ടിയൊക്കെ വരുമ്പോൾ എന്തായാലും ഒരു വലിയ വമ്പൻ സ്ക്രാച്ചുകളൊക്കെ ഉണ്ടാവും. വണ്ടി എന്തായാലും നല്ല ക്വാളിറ്റി തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ എത്രയാണ് ചോദിക്കുന്ന വില? 9.5 9.5 ചോദിക്കുന്ന വില. ഫിനാൻസ് വീഴുമല്ലോ എല്ലാ അക്കൗണ്ട്? 5-5.5 വരെയൊക്കെ ഫിനാൻസ് ചെയ്യാം അല്ലേ? ഓക്കെ, ഫിനാൻസ് ചെയ്യാൻ പറ്റും. ബ്ലൈൻഡ് സ്പോട്ട് മിറർ ചെയ്തിട്ടുണ്ട്. ഉള്ളിൽ സിസ്റ്റം ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? നീറ്റ് വണ്ടിയാണ്. എല്ലാം കാഴ്ചയിലും ഓക്കെയാണ്. മെക്കാനിക്കൽ സൈഡിലും ഓക്കെയാണ്. ധൈര്യപ്പെട്ട് എടുക്കാം കേട്ടോ. അടുത്തൊരു വെറൈറ്റി കളർ സെൻ 2005 മോഡൽ വണ്ടി. 2005 മോഡൽ വണ്ടി. അലോയ് കയറ്റിയതാണ്. എക്സ്ട്രാ അലോയ് വീൽ കയറ്റിയിട്ടുണ്ട്. പവർ സ്റ്റിയറിംഗ്, AC പവർ സ്റ്റിയറിംഗ്, ഉള്ളിൽ അപ്പോൾസ്ട്രി എല്ലാം ഫിറ്റ് ആണ്. 2026 വരെ പേപ്പറുള്ള വണ്ടിയാണ്. ഇന്റീരിയറിലേക്ക് വരുമ്പോൾ അതേ കണ്ടോ, അപ്പോൾസ്ട്രിയും കാര്യങ്ങളെല്ലാം മാറ്റിയിട്ടുണ്ട്. അത് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. വേറെ എക്സ്ട്രാ ചെയ്തതായിട്ട് പറയാനായിട്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല. ഓക്കെ. അപ്പോൾ ഈ ഒരു വെറൈറ്റി കളറാണല്ലേ വണ്ടിക്ക്? ഒരു പിങ്ക് RC-യിൽ ആഡ് ചെയ്ത കളറാണല്ലേ? എന്താ പറയാന്ന് അറിയില്ല ഈ കളറിന്. എന്നാലും ഒരു വെറൈറ്റി കളറാണ്. അപ്പോൾ എത്ര ചോദിക്കണമല്ലേ ഇതിന്? അതിന് നമ്മൾ 95 രൂപ. 95 രൂപയാണ് ചോദിക്കുന്നത്. ഇതിലൊക്കെ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. 95 ചോദിക്കുന്നത്. റെഡി ക്യാഷ് 95, അല്ലെങ്കിൽ അതിൽ കുറച്ച് വില ഉണ്ടെങ്കിൽ ഇറക്കിക്കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. അടുത്തൊരു സെലേറിയോ. ഇത് 2017 മോഡൽ വണ്ടി. 17 മോഡൽ. ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് സിംഗിൾ RC വണ്ടിയാണ്. ആകെ കിലോമീറ്റർ ഓടിയത് 28,000 കിലോമീറ്റർ ആകെ. വേറെ 28,000 കിലോമീറ്റർ ഓടിയ ലോ കിലോമീറ്റർ വണ്ടി. സിംഗിൾ RC വണ്ടി. ഇത് വേരിയന്റ് ഏതായിരുന്നു? ഇത് DXA ആണ് വേരിയന്റ്. പെട്രോൾ അല്ലേ? പെട്രോൾ വണ്ടിയാണ്. ഉള്ളിൽ സീറ്റ് കവറൊക്കെ മാറ്റി നല്ല കിടുക്കനാക്കിയിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറ വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? റിവേഴ്സ് സെൻസർ വെച്ചിട്ടുണ്ട്. വേറെ എക്സ്ട്രാ ചെയ്തിട്ടില്ല. ബാക്കിയെല്ലാം ഷോക്ക് കണ്ടീഷൻ തന്നെയാണ് കിടക്കുന്നത്. ക്ലിയർ വണ്ടി. ഒരാൾ മാത്രം ഉപയോഗിച്ച വണ്ടിയാണ്. വില എത്രയാണ്?
ഇതിന് വില നമ്മൾ ചോദിക്കുന്നത് 430 രൂപ. 430 430 ചോദിക്കുന്നത്. ഇതിനും ഫിനാൻസ് കയറുന്നതായിരിക്കും. അതെ അതെ. വീണ്ടും ഒരു സെലറി ഒന്ന് നടക്കാനുണ്ടല്ലോ. ഇത് 2018 മോഡൽ. 18 മോഡൽ BXI വണ്ടി. 18 മോഡൽ BXI വണ്ടിയാണ്. കിലോമീറ്റർ എത്ര ഓടിയുണ്ട്? 65,000 കിലോമീറ്റർ ഓടി. സിംഗിൾ ആണോ? സെക്കൻഡ് ഓണർഷിപ്പിൽ കിടക്കുന്ന വണ്ടിയാണ്. പെട്രോൾ വണ്ടിയല്ലേ? പെട്രോൾ വണ്ടിയാണ്. വണ്ടിയിലെ ഉള്ളിൽ അപ്പോഷി മാറ്റിയിട്ടുണ്ട്. വേറെ എക്സ്ട്രാ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? സ്റ്റോക്ക് കണ്ടീഷനാണ്. സീറ്റൊക്കെ അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. മെക്കാനിക്കൽ സൈഡെല്ലാം ക്ലിയർ ആണ്. റീപ്ലേസ്മെന്റ് ഇല്ല. അപ്പോൾ എത്ര ചോദിക്കണ വില? ഇതിന് 3.25 ചോദിക്കുന്നത്. ഇതിനും ഫിനാൻസ് കയറുന്നതായിരിക്കും. വീണ്ടും ഒരു ഇയോൺ. ഇത് 2018 എറ പ്ലസ് ഇയോൺ. 18 എറ പ്ലസ് ഇയോൺ. സിംഗിൾ RC വണ്ടിയാണ്. 18 എറ പ്ലസ് ആണല്ലോ വേരിയന്റ്. എറ പ്ലസ് ആണ് വരുന്നത്. പെട്രോൾ വണ്ടിയാണ്. ഇയോണിന് ഇപ്പോൾ ഫ്രണ്ടിൽ 2 ഡോർ പവർ വിൻഡോ ഉള്ളത്. ബാക്കിൽ വൈൻഡറാണ് വരുന്നത്. ഇയോൺ എല്ലാ വേരിയന്റും അങ്ങനെ തന്നെയാണ് വരുന്നത്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. കിലോമീറ്റർ എത്ര ഓടിയുണ്ട്? കിലോമീറ്റർ 48,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 48,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പിന്നെ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് വരുന്ന വണ്ടിയാണ്. അപ്പോൾ ചോദിക്കുന്ന വില? ഇതിന്റെ വില 260 ചോദിക്കുന്നത്. 260 ചോദിക്കുന്നത്. ഫിനാൻസ് വീഴുന്ന വണ്ടിയാണ് കേട്ടോ ഇത്. ട്രാക്കൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഫിനാൻസ് കയറും കേട്ടോ. അത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. ഫിനാൻസിന്റെ ഡീറ്റെയിൽസ് ഒന്നും ഫിക്സഡ് ആയിട്ട് പറയാൻ പറ്റില്ല. അടുത്തത് ഒരു 800 ഒരുപാട് പേര് അന്വേഷിക്കുന്നുണ്ട്. 2010 മോഡൽ AC വണ്ടിയാണ്. 10 മോഡൽ AC വണ്ടിയാണ്. AC എല്ലാം വർക്കിംഗ് ആണ്. പവർ സ്റ്റിയറിംഗ് ഉണ്ടോ? പവർ സ്റ്റിയറിംഗ് ഉണ്ട്. AC വർക്കിംഗ് ആണ്. ഉള്ളിലൊക്കെ നല്ല നീറ്റ് കണ്ടീഷൻ ആണല്ലേ? മെക്കാനിക്കലി ഫിറ്റ് വണ്ടിയാണ്. അങ്ങനെ കംപ്ലൈന്റ് ഉള്ള വണ്ടിയൊന്നും അല്ല. അപ്പോൾ നമ്മൾ എത്ര ചോദിക്കണ വില? ഇതിന് 95,000. 95 രൂപ ചോദിക്കണത്. 95 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വണ്ടി കൊണ്ടുപോകാം. എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്നും അഡ്ജസ്റ്റ് ചെയ്യും. നല്ല വണ്ടിയല്ലേ, ആൾക്കാർ കൊണ്ട് ഉപയോഗിക്കട്ടെ അല്ലേ? അപ്പോൾ ഇനിയും വണ്ടികൾ ഇവിടെ കിടപ്പുണ്ട്. എല്ലാ വണ്ടിയുടെയും ഡീറ്റെയിൽസ് പറയാന്ന് പറഞ്ഞാൽ ചേട്ടന് കുറച്ച് തിരക്കുണ്ട്. അപ്പോൾ ചേട്ടന് വിടേണ്ടതായിട്ടുണ്ട്. കസ്റ്റമർ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല ഷോറൂമുകളിൽ കസ്റ്റമർ വന്നുകൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് അതിൻ്റെതായ തിരക്കുകളും കാര്യങ്ങളുണ്ട്. അപ്പോൾ ചേട്ടനെ വിടേണ്ടതുണ്ട്. ബാക്കിയുള്ള വണ്ടികൾ ഇപ്പോൾ നിങ്ങളൊന്ന് ഓടിച്ചിട്ട് കണ്ടോളൂ. ഈ വണ്ടികളുടെ ഏതെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് വിളിക്കാമല്ലോ. നമുക്ക് കോൺടാക്ട് നമ്പർ കൊടുക്കാം. എപ്പോൾ വിളിക്കാം? എപ്പോൾ വേണമെങ്കിലും വിളിക്കാം. ഒരു സമയം പറഞ്ഞാൽ രാവിലെ തൊട്ട് 9 മണി 7 മണി വരെ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം. ഇന്നിപ്പോൾ കാണിക്കാത്ത ഏതെങ്കിലും വണ്ടി വേണമെങ്കിലും അറേഞ്ച് ചെയ്യുമല്ലോ. ചെയ്തു കൊടുക്കാൻ പറ്റും. നമുക്ക് ഓൾ കേരള ഫിനാൻസ് ചെയ്യുന്നുണ്ടല്ലോ. കേരളത്തിൽ എവിടെയാണെങ്കിലും അങ്ങേറ്റം മൂലം തിരുവനന്തപുരത്താണെങ്കിലും ചെയ്യും. ഓൾ കേരള ഫിനാൻസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വണ്ടി വിൽക്കാനുണ്ടെങ്കിലും സമീപിക്കാം. മാന്യമായ റേറ്റ് തരുന്നതായിരിക്കും, മാർക്കറ്റ് റേറ്റ്. പിന്നെ എക്സ്ചേഞ്ച് ഓപ്ഷൻ ഉണ്ടോ? ഏത് വണ്ടിയാണേലും എടുക്കുന്ന വണ്ടിയൊക്കെ ഇന്ന കണ്ടീഷൻ ഒന്നും ഇല്ലല്ലോ. പിന്നെ ഉടായ്പ വണ്ടികളൊന്നും എടുക്കൂല. നമുക്ക് വിൽക്കേണ്ടതല്ലേ അല്ലേ? ഒരു കസ്റ്റമറിന് വിൽക്കേണ്ടതല്ലേ? അപ്പൊ നല്ല വണ്ടിയൊക്കെ എടുക്കുള്ളൂ. ചെയ്യാം. അപ്പോൾ കേരളത്തിന്റെ എല്ലാ ഭാഗത്തും സർവീസ് ഉള്ള ഒരു ഷോപ്പാണ് തവക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ വിഷ്ണു ചേട്ടാ, താങ്ക് യു സോ മച്ച്. കാര്യങ്ങളെല്ലാം നടക്കട്ടെ, ഉഷാറാവട്ടെ. അപ്പോൾ പുതിയൊരു വാഹന സംബന്ധമായിട്ടുള്ള വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ. ഒരു ബൈ കൊടുത്ത്. ബൈ.